നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുണ്ടംകുഴി സ്കൂളിലെ പ്രധാന അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു തകർത്ത സംഭവം. BJPയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. നായന്മാർമൂല പടിഞ്ഞാർമൂലയിൽ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത് നാടിനെ ഞെട്ടിച്ചു. വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹൊസങ്കടയിൽ നായാട്ട് സംഘത്തെ ഭീഷണിപ്പെടുത്തി തോക്കും സ്കൂട്ടറും മൊബൈൽ ഫോൺ ഉൾപ്പെടെ തട്ടിയെടുത്ത സംഭവം. കാപ്പ കേസ് പ്രതിയടക്കം 4 പേർ പിടിയിൽ. നായാട്ട് സംഘവും പിടിയിലായി. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിലൂടെ കള്ളപ്പണവും സ്വർണവും കടത്ത് വ്യാപകം. 2 പേർ പിടിയിൽ. മധൂർ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവരുന്ന MCF പദ്ധതിക്കെതിരെ പ്രതിഷേധം. UDF പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് നടത്തി. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. സംഘാടക സമിതി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടമടിച്ച് തകർത്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. BJPയും യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിടുകയും ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുണ്ടംകുഴി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഓഗസ്റ്റ് 11-നാണ് പ്രധാന അധ്യാപകനിൽ നിന്നും മർദ്ദനമേറ്റത്. അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽ കാലുകൊണ്ട് നീക്കിയതാണ് അധ്യാപകനെ പ്രകോപിതനാക്കിയത്. ഷോൾഡറിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. അസംബ്ലിക്ക് കാലോട് ചവി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാഷനെ അടുത്തേക്ക് വെച്ചിട്ട് ഷോൾഡർ പിടിച്ച് വലിച്ചിട്ട് റൈറ്റ് സൈഡിൽ തന്നെ കാലത്ത് കല്ല് വരും. എന്നിട്ട് മാഷനെ കൊണ്ടുപോയിട്ട് ചായയും അരിയും മേടിച്ചിരുന്നു. അപ്പോൾ ഹോട്ടലിലേക്ക് പോലീസ് വന്നിട്ടാകുമ്പോൾ ചോദിച്ചു അവനെന്താ കഴിഞ്ഞെന്ന് മാഷി പറഞ്ഞു. അവൻ അസംബ്ലിക്ക് തല കറങ്ങി വീണിട്ടാണ് കരിഞ്ഞെന്ന് പറഞ്ഞു. ആരും വിളിച്ചിട്ടൊന്നുമില്ല, മാഷന്മാർ ആരും വിളിച്ചിട്ടൊന്നുമില്ല. മർദ്ദനത്തെ തുടർന്ന് ചെവിയിൽ വേദന അനുഭവപ്പെട്ട വിദ്യാർത്ഥിയെ ബേഡകം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ചു. തുടർന്ന് കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിൽ വലത് ചെവിക്ക് കേൾവിക്കുറവുണ്ടെന്നും കർണപുടം പൊട്ടിയെന്നും കണ്ടെത്തി. കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശമെന്നും വിഷയത്തിൽ കേസുമായി മുന്നോട്ടു പോകുവാനാണ് തങ്ങളുടെ തീരുമാനമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. അവൻ പറഞ്ഞു ഇങ്ങനെ ചെന്നൈയിലായിട്ട് മുമ്പിൽ ഇങ്ങനെ വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് കയറിയിട്ട് അവിടുന്ന് കോളത്ത് പിടിച്ച് വലിച്ച് തല്ലിയെന്ന് പറഞ്ഞു. ഞാനങ്ങനെ HMനെ കാണാൻ വേണ്ടി ഓഫീസിൽ പോയിട്ടാകുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാതെ കൊണ്ട് തല്ലിയെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തിട്ട് ഇന്നലെയാണ് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ അതിൽ പറയുന്നു അവന് കേൾവിക്ക് കുറച്ച് കുറവുണ്ടെന്ന് പറയുന്നു. പിന്നെ അതേപോലെ ജലദോഷം, ചുമ, പിന്നെ ഇത് ചെവിയിൽ ഇങ്ങനെ വെള്ളം കയറിയാൽ ഇൻഫെക്ഷനാവും, അതുകൊണ്ട് പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരും അങ്ങനെ പറയുന്നു. പിന്നെ ജലദോഷം ചെവിയിലൊട്ടും വെള്ളം കയറാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ കേസുമായിട്ട് മുൻപോട്ട് പോകാനും തീരുമാനിച്ചു. അതേസമയം സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോടും ജുവനൈൽ പോലീസ് നോഡൽ ഓഫീസറോടും അടിയന്തര റിപ്പോർട്ട് നൽകുവാൻ നിർദ്ദേശം നൽകി. നാളെ കുട്ടിയുടെ വീട്ടിൽ കമ്മീഷൻ സന്ദർശനം നടത്തും. മാധ്യമ വാർത്തകളെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. ഇതിനിടെ വിദ്യാഭ്യാസ വകുപ്പ് DDE TV മധുസൂദനൻ സ്കൂളിൽ പരിശോധനയ്ക്കെത്തി. ഇന്ന് അവധിയിലായ അധ്യാപകൻ M. അശോകന്റെ മൊഴി പിന്നീട് രേഖപ്പെടുത്തും. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും KSUവും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഹെഡ്മാസ്റ്ററെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. BJPയുടെ നേതൃത്വത്തിലും സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പ്രധാന അധ്യാപകനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും ആഗസ്റ്റ് 15-ന് സ്കൂളിലെ മറ്റൊരു അധ്യാപകൻ RSSനെ പരാമർശിച്ച് നടത്തിയ പ്രസംഗത്തിൽ പ്രതിഷേധിച്ചുമായിരുന്നു BJP മാർച്ച് നടത്തിയത്. വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്ന സംഭവത്തിൽ പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായാണ് PTA വ്യക്തമാക്കുന്നത്. ഇത് അധ്യാപകൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതുന്നില്ലെന്നും PTA അറിയിച്ചു. കുട്ടിയുടെ ചികിത്സയുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകുകയാണ്. സഹായം നൽകുന്നതിനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണെന്നും PTA അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് നായന്മാർമൂല പടിഞ്ഞാർമൂലയിൽ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത് നാടിനെ ഞെട്ടിച്ചു. കുളത്തിന് സമീപമെത്തിയ നാട്ടുകാരാണ് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടത്. ദുരൂഹതയുണർത്തുന്ന സംഭവമായതിനാൽ ആരുടേതാണ് അസ്ഥികൂടമെന്നറിയുവാൻ വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരുൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാസർഗോഡ് നായന്മാർമൂല പടിഞ്ഞാർമൂലയിലെ ഒരു കുളത്തിൽ നിന്ന് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടത് നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ടോടെ കുളത്തിന് സമീപമെത്തിയ നാട്ടുകാരാണ് അസ്ഥികൾ കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനുഷ്യ അസ്ഥികൂടമെന്ന് വ്യക്തമായത്. ഇവർ ഉടൻ തന്നെ വിദ്യാനഗർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തുകയും പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തു. മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തിയതായുള്ള വാർത്ത പരന്നതോടെ നിരവധി പേരാണ് സ്ഥലത്തെത്തിയത്. CIUP വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി. പരിസരങ്ങളിൽ ഉൾപ്പെടെ വിശദമായ പരിശോധനകൾ നടത്തി. കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് തുടർ പരിശോധനകൾക്കായി കൈമാറി. ആലമ്പാടി റഹ്മാനിയ നഗറിലെ 50 വയസ്സുകാരനായ ഒരാളെ 1.5 മാസം മുൻപ് കാണാതായിരുന്നു. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന ഇയാൾ ഇതുവഴിയൊക്കെ നടന്നു പോകാറുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. കണ്ടെത്തിയ അസ്ഥികൂടം ഇദ്ദേഹത്തിൻ്റെതാണോ എന്ന കാര്യത്തിൽ അന്വേഷണം നടന്നു വരുന്നുണ്ട്. അസ്ഥിഭാഗങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയുന്നതിനായി DNA പരിശോധനയടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ നായാട്ട് സംഘത്തെ ഭീഷണിപ്പെടുത്തി തോക്കും സ്കൂട്ടറും മൊബൈൽ ഫോൺ ഉൾപ്പെടെ തട്ടിയെടുത്ത കേസിൽ കാപ്പ കേസ് പ്രതിയടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിലൊരാൾ ഓടി രക്ഷപ്പെട്ടു. നായാട്ട് സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നായാട്ടു സംഘത്തിൽ നിന്നും തോക്കും സ്കൂട്ടറും മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി തട്ടിയെടുത്ത കേസിൽ കാപ്പ കേസ് പ്രതിയടക്കം 4 പേരെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. സംഘത്തിൽ നിന്നും നാടൻ തോക്കും 5 തിരകളും പിടിച്ചെടുത്തു. ഹൊസങ്കടി അങ്കടി പദവിലെ സൈഫുദ്ദീൻ എന്ന പൂച്ച സൈഫു, മുട്ടത്തോടി ഹിദായത്ത് നഗറിലെ മൊയ്തീൻ എന്ന ചറുമുറു മൊയ്തു, ഉളിയത്തെടുക്ക നാഷണൽ നഗറിലെ മുഹമ്മദ് സുഹൈൽ, ബിലാൽ നഗറിലെ അമീർ എന്നിവരെയാണ് മഞ്ചേശ്വരം SI ഉമേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം പുരുഷക്കോടിയിലെ റാഷിഖാണ് ഓടി രക്ഷപ്പെട്ടത്. ഇതിൽ സൈഫുദ്ദീൻ കാപ്പ കേസടക്കം നിരവധി കേസിലെ പ്രതിയാണ്. നായാട്ട് സംഘത്തിൽ നിന്ന് തട്ടിയെടുത്ത സ്കൂട്ടറും മൊബൈൽ ഫോണും പ്രതികൾ സഞ്ചരിച്ച കാർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. റാഷിഖിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ മൃഗങ്ങളെ വേട്ടയാടാനെത്തിയ 3 പേരെയും മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റിക്കോൾ ചെങ്കളയിലെ നിതിൻ രാജ്, രതീഷ്, കൊമ്പനടുക്കം ചെന്നാടുവിലെ പ്രവിത് എന്നിവരെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. വോർക്കാടി മജീർപ്പള്ളത്ത് വന്യമൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി തോക്കും തിരകളും കൈവശം വെച്ച കുറ്റത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കർണാടക KSRTC ബസ്സിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 96 പവനോളം സ്വർണ്ണാഭരണങ്ങളുമായി മഹാരാഷ്ട്ര സ്വദേശി പിടിയിൽ. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് മംഗലാപുരത്ത് നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കർണാടക KSRTC ബസ്സിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 96 പവനോളം സ്വർണ്ണാഭരണങ്ങൾ പിടികൂടി. മഹാരാഷ്ട്ര മുംബൈ സിറ്റി ജില്ലയിൽ തവക്കൽ ബിൽഡിംഗിൽ താമസിക്കുന്ന മുജാസർ ഹുസൈനെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാർ KKയും സംഘവും പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ ജിനോ ജെയിംസ്, പ്രിവന്റീവ് ഓഫീസർ മൊയ്തീൻ സാദിഖ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ വിജയൻ C, സിവിൽ എക്സൈസ് ഓഫീസർ രാഹുൽ T, കെമു യൂണിറ്റിലെ പ്രിവന്റീവ് ഓഫീസർ മഞ്ജുനാഥ ആൾവ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബിൻ ഫിലിപ്പ്, അബ്ദുൽ അസീസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെയും സ്വർണ്ണാഭരണങ്ങളും തുടർ നടപടികൾക്കായി GST ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മധൂർ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവരുന്ന MCF പദ്ധതിക്കെതിരെ പഞ്ചായത്ത് UDF കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ജനവാസ കേന്ദ്രം ലക്ഷ്യമാക്കി ഈ പ്രത്യേക സമയത്ത് പദ്ധതി പ്രവർത്തനം തുടങ്ങാൻ തയ്യാറായ കാര്യം സംശയാസ്പദമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മധൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിന് പിൻവശത്ത് ബഡ് സ്കൂളിന് തൊട്ടുപിറകിൽ ജനവാസ കേന്ദ്രത്തിൽ MCF കൊണ്ടുവരുന്നതെന്നാരോപിച്ച് പഞ്ചായത്ത് UDF കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. UDF മണ്ഡലം കൺവീനർ K. ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. ഹാരിസ് ചൂരി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് വട്ടേക്കാട്, മജീദ് പട്ല, ഹബീബ് ചെട്ടുംകുഴി, സഹദ് ഹാജി, മജീദ്, ഹനീഫ, അമ്പിളി, മുഹമ്മദ് കുഞ്ഞി ഹിദായത്ത് നഗർ, കരീം പട്ല, റസാഖ്, നാസർ മീപ്പുകുരി, കുസുമം ചേനക്കോട്, സുജാത ദേവദാസ്, സന്തോഷ് ക്രാസ്റ്റ, സാദിഖ്, മുഹമ്മദ് നീർച്ചാൽ, അബൂബക്കർ പട്ല, ബഷീർ മീപ്പുകുരി എന്നിവർ സംബന്ധിച്ചു.
പഞ്ചായത്ത് ഭരണസമിതിയിൽ തന്നെ 20 അംഗങ്ങളിൽ പ്രതിപക്ഷത്തുള്ളവരും ഭരണപക്ഷത്തുള്ളവരും വിയോജിപ്പുമായി മുന്നോട്ട് വന്നപ്പോൾ അതൊന്നും ഗൗനിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പദ്ധതി അനുവദിക്കില്ലെന്നും ഇനിയും ഈ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ബഹുജനങ്ങളെ നിരത്തിക്കൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. UDFിനൊപ്പം വിഷയത്തിൽ ഇടതുപക്ഷ അംഗങ്ങളും MCF പദ്ധതിക്കെതിരാണ്. ഇന്ന് നടന്ന ബോർഡ് യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ച് ഇടതുപക്ഷ അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. മധൂർ പഞ്ചായത്ത് 18-ാം വാർഡിൽ പഞ്ചായത്ത് സ്റ്റേഡിയം മാലിന്യ സംഭരണ കേന്ദ്രമാക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കുമെന്ന് 18-ാം വാർഡ് മെമ്പർ CM ബഷീർ മുന്നറിയിപ്പ് നൽകി. നിരവധി കായിക താരങ്ങളും ക്ലബ്ബുകളും ആർമി പോലീസ് ഉദ്യോഗസ്ഥരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും കായിക പരിശീലനത്തിന് ഉപയോഗപ്പെടുത്തുന്ന സ്റ്റേഡിയം മാലിന്യ സംഭരണ കേന്ദ്രമാക്കുവാനുള്ള നീക്കത്തിനെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കായിക മന്ത്രിക്കും പരാതി നൽകിയിരുന്നുവെന്നും ഇത് ബന്ധപ്പെട്ടവരുടെ പരിഗണനയിൽ ഇരിക്കെയാണ് BJP ഭരണസമിതി ധൃതി പിടിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും CM ബഷീർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. ഉളിയത്തടുക്കയിലെ അടൽജി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. മധൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനത്തിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കർഷകരിങ്ങനെ കാർഷിക വൃത്തിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. നമുക്ക് പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികളെ, വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് ആകർഷിപ്പിക്കണം. യുവതലമുറയെ കൃഷിയുമായി ബന്ധമില്ലാത്ത ഒരു യുവതലമുറയായി നമ്മൾ മാറ്റുകയാണെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഭക്ഷണമില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നമുക്കാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ തന്നെ നമ്മുടെ പറമ്പുകളിലും നമ്മുടെ വയലുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കർഷകരെ അതിന് നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും ആശംസിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ മികച്ച കർഷകരായ മഹാലിംഗമൂല്യ കൊല്യ, ഗീതാമണി A. കൊല്ലങ്കാന, പീറ്റർ പോൾ ഡിസൂസ, ജനാർദ്ദന ഷെട്ടി, മുസ്തഫ A, ശാരദ ചേനക്കോട്, ധനഞ്ജയ മധൂർ, ബഡ് സ്കൂളിലെ വിദ്യാർത്ഥി കർഷകയായ സുമതി എന്നിവരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ്, രാധാകൃഷ്ണ സൂർലു, യശോധ നായിക്, ഉമേഷ് കട്ടി, മെമ്പർമാരായ ശ്രീമതി, നസീറ, ഉദയകുമാർ, മുഹമ്മദ് ഹനീഫ്, അബ്ദുൽ ജലീൽ, ഹബീബ് ചെട്ടുങ്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വീണ ആർ നയിച്ച മണ്ണ് പരിശോധനാ ബോധവൽക്കരണ ക്ലാസും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാടിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന വ്യത്യസ്ത തലത്തിലുള്ള കർഷകർക്ക് ആദരവേകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ. ചിങ്ങപ്പിറവി ആഘോഷഭാഗമായി ആദരിക്കുന്ന കർഷകരെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ടൗണിലൂടെ ആനയിച്ചത്. മുതിർന്ന കർഷകർ, മികച്ച ജൈവ കർഷകർ, മികച്ച വനിതാ കർഷക, മികച്ച പട്ടികജാതി കർഷക, മികച്ച കർഷക തൊഴിലാളി, മികച്ച യുവ കർഷകൻ, മികച്ച വിദ്യാർത്ഥി കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ പഞ്ചായത്ത് പരിധിയിലെ 8 കർഷകരെയാണ് ആദരിച്ചത്. തൃക്കരിപ്പൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഫാമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക ദിനാചരണം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ AK ഹാഷിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ കർഷകർക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കൃഷി ഓഫീസർ A റെജീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, പഞ്ചായത്ത് അംഗങ്ങളായ KV കാർത്തിയായനി, E ശശിധരൻ, ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ C സേതുമാധവൻ, പഞ്ചായത്ത് സെക്രട്ടറി CA സിബി ജോർജ്, TP ഉഷ, KV വിജയൻ, MP വിജീഷ്, K പവിത്രൻ, K ശശിധരൻ, E നാരായണൻ, VV സുരേഷൻ, M മാലതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പായസദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ മേഖലയിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് കേരള പ്രവാസി സംഘം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി PK അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. GCC രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങളിൽ പോലുള്ള മനുഷ്യർ അവർ ഒരു ദിവസം തിരികെ വരുന്നവരാണ്. അങ്ങനെയുള്ള സാമൂഹിക ചുറ്റുപാടുകളിൽ ഇന്ത്യയിലെ പ്രവാസികളെ എണ്ണമെടുത്ത് പരിശോധിച്ചാൽ 4 കോടിയോളം വരുന്ന ഇന്ത്യക്കാർ പ്രവാസികളും ഒരുപാട് കോടിക്കണക്കിന് ഇന്ത്യക്കാർ തിരികെ എത്തിയവരുമാണ്. പക്ഷേ നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ലോകത്ത് പ്രവാസി സമൂഹത്തിന് വേണ്ടി സംഘടനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. IUTC എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ എന്ന സംവിധാനം ലോകത്തുണ്ടെങ്കിൽ അത് നാമമാത്രമായ ഇടപെടലുകൾ വിവിധ രാജ്യങ്ങൾ നടത്തുകയാണ്. നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇതിന് സമാനമായ ഒരു സമീപനവും രാജ്യത്തിൽ ഒരു കാലത്തും സ്വീകരിക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾ തയ്യാറായില്ല. കാലിക്കടവിൽ നിന്നും ഒളവറ വരെ തൃക്കരിപ്പൂർ വഴിയുള്ള പ്രധാന പാതയുടെ ഇരുഭാഗത്തുമുള്ള നടപ്പാത നിർമ്മാണം തുടങ്ങണമെന്ന മറ്റൊരു പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രവാസി സംഘം തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് യൂനസ് പള്ളിക്കര അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് O നാരായണൻ, സെക്രട്ടറി P ചന്ദ്രൻ, സംസ്ഥാന ഏരിയ കമ്മിറ്റി അംഗം ജലീൽ കാപ്പൽ, ഏരിയ സെക്രട്ടറി തമ്പാൻ കീനേരി, CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി M കുഞ്ഞിക്കണ്ണൻ, ടൗൺ ലോക്കൽ സെക്രട്ടറി TP ഉഷ, കണ്ടത്തിൽ രാമചന്ദ്രൻ, AK സുരേഷ്, K നബീസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഒക്ടോബർ 2-ാം വാരത്തിൽ ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. പുതിയ അധ്യയന വർഷത്തിൽ നടക്കുന്ന കലോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. കുട്ടമത്ത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K രമണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേന്ദ്രൻ പയ്യാടക്കത്ത്, P വസന്ത, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, സ്കൂൾ PTA പ്രസിഡന്റ് MKV രാജേഷ്, P ശശിധരൻ, M സുനിൽകുമാർ, വിനയൻ കല്ലത്ത്, PK മുരളീധരൻ, സ്കൂൾ പ്രിൻസിപ്പാൾ Dr. T ഗീത എന്നിവർ സംസാരിച്ചു. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ചെയർപേഴ്സണും MKV രാജേഷ് വർക്കിംഗ് ചെയർമാനും Dr. T ഗീത ജനറൽ കൺവീനറും രമേശൻ പുന്നത്തിരിയൻ ട്രഷററുമായി 301 അംഗ സംഘാടക സമിതിക്ക് രൂപം നൽകി. ചടങ്ങിൽ സാമ്പത്തിക സ്വരൂപണത്തിന് തുടക്കമിട്ടു. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സ്വരൂപിച്ച 1 ലക്ഷം രൂപയും ജീവൻ വിദ്യ ഇൻസ്റ്റിറ്റ്യൂഷൻ 1/4 ലക്ഷം രൂപയും സംഘാടക സമിതി രൂപീകരണ ചടങ്ങിൽ കൈമാറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കർണാടക KSRTC ബസ്സിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 55 പവനോളം സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപ കുഴൽപ്പണവുമായി യുവാവ് പിടിയിൽ. കോഴിക്കോട് കക്കോടി വില്ലേജിൽ മേലേടത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് മഞ്ചേശ്വരം എക്സൈസ് പിടികൂടിയത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ മംഗലാപുരത്ത് നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കർണാടക KSRTC ബസ്സിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 55 പവനോളം സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപ കുഴൽപ്പണവും പിടികൂടി. കോഴിക്കോട് കക്കോടി വില്ലേജിൽ മേലേടത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാർ KKയും സംഘവും പിടികൂടിയത്. സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജിനു ജെയിംസ്, പ്രിവന്റീവ് ഓഫീസർ MV ജിജിൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ ബാബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനിൽകുമാർ, സജിത്ത് എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ GST ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പടന്ന കൃഷിഭവൻ കർഷക ദിനം ആചരിച്ചു. പടന്ന ആർക്കോ ഹെറിറ്റേജ് വില്ലേജ് ആൻഡ് ഫാം ഹൗസിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം പടന്ന ആർക്കോ ഹെറിറ്റേജ് വില്ലേജ് ആൻഡ് ഫാം ഹൗസിൽ വെച്ച് നടന്നു. കർഷക ദിന പരിപാടിയിൽ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 7 കർഷകരെ ആദരിച്ചു. മികച്ച കർഷക വിദ്യാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥി TV രോഹൻ ദേവ് തെക്കേക്കാട്,
TP മുഹമ്മദ് അലി പടന്ന വടക്കേപ്പുറം, ബിന്ദു കോയി മാച്ചിക്കാട്, AB കുഞ്ഞായിഷ പരത്തിച്ചാൽ, NC അബ്ദുൽ ഖാദർ അഴീക്കൽ, P സുരേന്ദ്രൻ പോട്ടച്ചാൽ, PP രവി പടന്ന വടക്കേപ്പുറം എന്നിവരെയാണ് ആദരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് P ബുഷ്ര അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ T രതില, പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുഹമ്മദ് TKM, റഫീഖ്, PV അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ V ലത, M രാഘവൻ, P പവിത്രൻ, UK മുഷ്താഖ്, AK ജാസ്മിൻ, KV തമ്പായി, കാർഷിക വികസന സമിതി അംഗങ്ങളായ C കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, KV ഗോപാലൻ, K കുഞ്ഞബ്ദുള്ള, K കുഞ്ഞമ്പു, അബ്ദുല്ലഹിമാൻ MKC, പടന്ന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M ഹാജിറ ഖാദർ, CDS ചെയർപേഴ്സൺ C റീന, കൃഷി അസിസ്റ്റന്റ് കപിൽ PP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിന്റെ ശുചിത്വ മികവ് രാജ്യ തലസ്ഥാനത്തെത്തിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതിയും തൃക്കരിപ്പൂർ പൗരാവലിയും ചേർന്ന് സ്വീകരണം നൽകി. വെള്ളാപ്പൂർ റോഡ് ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് നാട്ടുകാർ പഞ്ചായത്ത് ടൗൺ ഹാളിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഭാരത സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവയ്ക്ക് നാടിന്റെ ആദരവേകി. ജലശക്തി ശുചിത്വ മേഖലയിലെ പ്രവർത്തനത്തിൽ മികവ് കാട്ടിയ തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ പ്രഥമ പൗരനെന്ന നിലയിലാണ് ഡൽഹിയിലേക്ക് കേന്ദ്ര ജലശക്തി വകുപ്പ് ക്ഷണിച്ചത്. കേരളത്തിലെ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാരെയാണ് ഭാരത സ്വാതന്ത്ര്യദിന ചടങ്ങിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുത്തത്. ടൗണിലെ വെള്ളാപ്പൂർ റോഡ് ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് നാട്ടുകാർ പഞ്ചായത്ത് ടൗൺ ഹാളിലേക്ക് VK ഭാവയെ സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന സ്വീകരണ യോഗം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. വളരെ സുതാര്യമായി കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ആയിക്കോട്ടെ, കോട്ടയം ജില്ലയിലെ എരുമേലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ആര്യനാട് ആയിക്കോട്ടെ, കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ആയിക്കോട്ടെ, ഈ 4 പഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും അതിന് അർഹതപ്പെട്ട അംഗീകാരമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് സംസാരിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിൽ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നമ്മുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ വഹിച്ച ത്യാഗനിർഭരമായ ഓർമ്മകളായി മറക്കുന്ന ആ ചെങ്കോട്ടയുടെ താഴ്വരയിൽ, മനോഹരമായ ചെങ്കോട്ടയുടെ താഴെ ഇരുന്നു കൊണ്ട് അതെല്ലാം വീക്ഷിക്കാനുമുള്ള ഒരു സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ ഭാവിച്ചാൽ കഴിഞ്ഞു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, ഓരോ തൃക്കരിപ്പൂരിലെയും അവസാനത്തെ പൗരാവലിയുടെയും അഭിമാനബോധമാണ് ഇത് തെളിയിക്കുന്നത്. വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ IT, AK ഹാഷിം, M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, ഫായിസ് ബീരിച്ചേരി, E ശശിധരൻ, പഞ്ചായത്ത് സെക്രട്ടറി CA സിബി ജോർജ്, K കണ്ണൻ, S കുഞ്ഞഹമ്മദ്, KS പ്രസൂൺ, KV രാഘവൻ മാസ്റ്റർ, M മാലതി, അഡ്വക്കേറ്റ് MTP കരീം, റഷീദ് മുഗർ, K രാജശ്രീ എന്നിവർ സംസാരിച്ചു. സ്വീകരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ മറുപടി പ്രസംഗം നടത്തി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി SKSBV മദ്രസ തലങ്ങളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പുലരി ശ്രദ്ധേയമായി. സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് ജില്ലയിലെ പുത്തിഗൈ റേഞ്ചിലെ മാടത്തടുക്ക തർബിയത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ AKM അഷ്റഫ് MLA നിർവഹിച്ചു. രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി SKSBV മദ്രസാ തലങ്ങളിൽ സ്വാതന്ത്ര്യപുലരി സംഘടിപ്പിച്ചു. ദേശീയ പതാക ഉയർത്തൽ, വിദ്യാർത്ഥി അസംബ്ലി, സന്ദേശ പ്രഭാഷണം, പ്രതിജ്ഞ, മധുര വിതരണം, ദേശഭക്തി ഗാനാലാപനം, കൊളാഷ് നിർമ്മാണം തുടങ്ങിയ വിവിധ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യപുലരിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് ജില്ലയിലെ പുത്തിഗൈ റേഞ്ചിലെ മാടത്തടുക്ക തർബിയത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ AKM അഷ്റഫ് MLA നിർവഹിച്ചു. SKSBV സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മിയാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമി പടന്ന പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു. സയ്യിദ് അലി ഉനൈസ് ജമല്ലുലൈലി തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അബൂബക്കർ സാലൂദ് നിസാമി, ഹാരിസ് അബ്ദുല്ല ഹസനി, അനീസ് ഫൈസി മാവണ്ടിയൂർ, ഖലീൽ ദാരിമി ബെളിഞ്ച എന്നിവർ സംസാരിച്ചു. VK സംനൂൻ വെന്മേനാട്, സനിൻ ഫുവാദ് പുലാമന്തോൾ, ജമാൽ ദാരിമി, ജബാർ ഫൈസി, MM മൊയ്തു, കുഞ്ചാർ മുഹമ്മദ് ഹാജി, കണ്ടത്തിൽ അബ്ദുല്ല ഹാജി, ഹാഷിർ വളവിൽ, ഷാക്കിർ ബാഫക്കി നഗർ, ഫൗസാൻ ബന്ദിയോട്, ബഷീർ അസ്നവി, ഖലീൽ ഫൈസി, ഷെരീഫ് ഫൈസി എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹർഷാദ് കുറ്റിക്കടവ് സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി ജാഫർ സാദിഖ് മാടത്തടുക്ക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കാസർഗോഡ് ശാഖയിൽ ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കായി ഇൻഡസ്ട്രിയൽ വിസിറ്റ് സംഘടിപ്പിച്ചു. വെബ്സ് കോഴ്സിന്റെ ഭാഗമായി വെള്ളൂർ ജനതാ മിൽക്കിൽ സംഘടിപ്പിച്ച ഇൻഡസ്ട്രിയൽ വിസിറ്റ് വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായി. രാജ്യത്തെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ കാസർഗോഡ് ശാഖയിൽ വൈബ്സ് കോഴ്സിന്റെ ഭാഗമായി ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കായി വെള്ളൂർ ജനതാ മിൽക്കിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് സംഘടിപ്പിച്ചു. വെർച്വൽ ബിസിനസ് അന്തരീക്ഷത്തിൽ ഇന്ത്യൻ GSTയും GCC വാറ്റും പരിശീലിപ്പിക്കുന്ന അക്കൗണ്ടിംഗ് കോഴ്സാണ് വൈബ്സ്. അക്കൗണ്ടിങ്ങിന് പുറമെ വിദ്യാർത്ഥികളിൽ എൻ്റർപ്രണർഷിപ്പ്, മാർക്കറ്റിംഗ്, HR അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ബിസിനസ് ലോജിസ്റ്റിക്സ് തുടങ്ങിയവയും വൈബ്സ് കോഴ്സിൽ പരിശീലിപ്പിക്കുന്നു. പരിശീലനത്തിന് പുറമെ പ്രായോഗിക അറിവും സമന്വയിപ്പിക്കുവാനാണ് 24 പേരടങ്ങുന്ന ഓരോ ബിസിനസ് മാനേജ്മെൻറ്റ് ബാച്ചിനും ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റാണ് വെള്ളൂർ ജനതാ മിൽക്കിൽ സംഘടിപ്പിച്ചത്. രാജ്യത്ത് തന്നെ യൂണിവേഴ്സിറ്റി അംഗീകൃത ഡിപ്ലോമ കോഴ്സായ വൈബ്സ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൻ്റെ ക്യാമ്പസിൽ മാത്രമേ പരിശീലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. സാപ്പ്, സോഹോ ബുക്സ്, ടാലി പ്രൈം, ക്വിക്ക് ബുക്സ്, ട്രേഡിസി, ടാക്സ്മേറ്റ്, MS Excel, MS Word സോഫ്റ്റ്വെയർ പരിശീലനവും വൈബ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻ്റ് ഉള്ള ഈ കോഴ്സിലേക്ക് +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അഡ്മിഷൻ നേടുവാൻ സാധിക്കും. അന്വേഷണങ്ങൾക്കും അഡ്മിഷനുമായി 8547508088 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കർഷക ദിനം ആചരിച്ചത്. അജാനൂർ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കർഷക ദിനാഘോഷം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ മികച്ച കർഷകരെയും കുട്ടി കർഷകനെയും അദ്ദേഹം പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുകയും ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P രാഘവേന്ദ്ര കാർഷിക പദ്ധതികളുടെ വിശദീകരണം നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ A ദാമോദരൻ, ലക്ഷ്മി തമ്പാൻ, ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ, P രാധാകൃഷ്ണൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, PV ബാലകൃഷ്ണൻ, K അജിത് കുമാർ, VM അനീഷ് എന്നിവർ സംസാരിച്ചു. കർഷക ദിനത്തിൽ മികച്ച ജൈവ പച്ചക്കറി കർഷകൻ V കേളു, മികച്ച സമ്മിശ്ര കർഷകൻ A രത്നാകരൻ കളിയങ്ങാനം, മികച്ച കർഷക തൊഴിലാളി C വേണുഗോപാലൻ, മികച്ച ക്ഷീര കർഷകൻ ഗോകുൽ R രാംനഗർ, മികച്ച യുവ കർഷകൻ VM അനീഷ്, മികച്ച നെൽ കർഷകൻ K അജിത് കുമാർ കുന്നരവത്ത്, മികച്ച പ്രത്യേക വിഭാഗം കർഷക V കല്യാണി, മികച്ച തെങ്ങ് കർഷക VM സുശീല പള്ളോട്ട്, മികച്ച തെങ്ങുകയറ്റ തൊഴിലാളി K അമ്പു മാട്ടുമ്മൽ, വിദ്യാർത്ഥി കർഷകൻ മുഹമ്മദ് ഷിബിലി ഷരീഫ് എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ ക്ലാസുകളും കർഷകരുടെയും മറ്റുള്ളവരുടെയും ഗാനാലാപനവും സംഘനൃത്തവും നാടൻപാട്ടും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കനിവ് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ വെച്ചായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലയിലുടനീളം കനിവ് സാന്ത്വന പരിചരണ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും പുതിയ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നതിനും കനിവ് ജില്ലാ ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വം ജില്ലാതല ശില്പശാല നടത്തി. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ വെച്ച് നടന്ന ഏകദിന ശില്പശാല കനിവ് ജില്ലാ ചെയർമാൻ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കനിവ് ജില്ലാ സെക്രട്ടറി PP സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമേഖലയിലും സാമൂഹിക പ്രവർത്തനവും എന്ന വിഷയത്തിൽ പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ രാജേഷ് PV ക്ലാസ് കൈകാര്യം ചെയ്തു. പാലിയേറ്റീവ് കെയർ എന്ന വിഷയത്തിൽ സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സായ ബോബി സെബാസ്റ്റ്യൻ ക്ലാസ് കൈകാര്യം ചെയ്തു. വേദിയിൽ AM അബ്ദുൾ ഖാദർ, K ബാലകൃഷ്ണൻ, പ്രിയേഷ് AN എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗാനാലാപന മത്സരം നടത്തി. ആലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. കലാ സാംസ്കാരിക മേഖലയിൽ 1000-ലധികം അംഗങ്ങളുള്ള സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ
കലാസാംസ്കാരിക കൂട്ടായ്മയായ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ട് ഫോറത്തിന്റെ കീഴിൽ പുതിയ പിന്നണി ഗായകരെ കണ്ടെത്തുന്നതിനും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിനുമായി രൂപീകരിച്ച ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. ആലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ നടന്ന മത്സരത്തിൽ 20 ആളുകൾ പങ്കെടുത്തു. 5 മണിക്കൂർ നീണ്ടുനിന്ന മത്സരത്തിൽ പഴയതും പുതിയതുമായ നിരവധി ഗാനങ്ങൾ ആലപിച്ചു. രാജഹംസമേ എന്ന് തുടങ്ങുന്ന ഗാനം മനോഹരമായി പാടിയ സാന്ദ്ര വിജു വടകര 1ാം സ്ഥാനവും, ഒരു ദളം മാത്രമെന്ന ഗാനം ആലപിച്ച അജിത്ത് 7ാം മൈൽ 2ാം സ്ഥാനവും, ദേവസന്ധ്യാ ഗോപുരത്തിൽ ഗാനം പാടിയ ശ്രുതി കരുണാകരൻ ചെമ്മട്ടം വയൽ 3ാം സ്ഥാനവും നേടി. ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ആർ സുകുമാരൻ, കലാകാരന്മാരായ അമ്മിണി ചന്ദ്രാലയം, കരിവള്ളൂർ നാരായണൻ, യശോദ കുത്തിലോട്ട് എന്നിവർ സമ്മാനങ്ങൾ നൽകി. AM അശോക് കുമാർ, VT സുധാകരൻ, രജിത സുരേഷ് എന്നിവർ അടങ്ങിയ പാനലാണ് വിധി നിർണയിച്ചത്. ആർട്ട് ഫോറം പ്രസിഡന്റ് M സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ അലാമിപ്പള്ളി, ദിനേശൻ മൂലക്കണ്ടം, അംബുജാക്ഷൻ അലാമിപ്പള്ളി, NK ബാബുരാജു, P റെജിമോൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുണ്ടംകുഴി സ്കൂളിലെ പ്രധാന അധ്യാപകൻ വിദ്യാർത്ഥിയുടെ കർണപുടമടിച്ച് തകർത്ത സംഭവം. BJPയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. നായന്മാർമൂല പടിഞ്ഞാർമൂലയിൽ നിന്നും മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത് നാടിനെ ഞെട്ടിച്ചു. വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഹൊസഗഡയിൽ നായാട്ടു സംഘത്തെ ഭീഷണിപ്പെടുത്തി തോക്കും സ്കൂട്ടറും മൊബൈൽ ഫോൺ ഉൾപ്പെടെ തട്ടിയെടുത്ത സംഭവം. കാപ്പ കേസ് പ്രതിയടക്കം 4 പേർ പിടിയിൽ. നായാട്ട് സംഘവും പിടിയിലായി. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിലൂടെ കള്ളപ്പണവും സ്വർണവും കടത്ത് വ്യാപകം. 2 പേർ പിടിയിൽ. മധൂർ ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവരുന്ന MCF പദ്ധതിക്കെതിരെ പ്രതിഷേധം. UDF പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് നടത്തി. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. സംഘാടക സമിതി രൂപീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.